നമുക്കിന്നേ നമ്മുടെ ജുമുക്ക, അതായത് സിൽക്ക് ത്രെഡ് ജുമുക്ക ചെയ്താലോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സിൽക്ക് ത്രെഡിൻ്റെ ജുമുക്ക ബേസുകൾ പല സൈസുകളിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഡിഫറെൻറ്റ് സൈസുകൾ ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആദ്യം ജുമുക്ക ബേസിൽ സിൽക്ക് ത്രെഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനിതൊരു മീഡിയം സൈസ് ജുമുക്ക ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് നമ്മുടെ കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കട്ട് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ ത്രെഡ് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എക്സാം ബോർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിലിറ്റി ഉള്ളത് ആ ഒരു ബുക്കോ എന്തെങ്കിലും എടുത്താൽ മതി. പിന്നെ ഞാൻ ഇവിടെ ജുംക്കയുടെ ബേസ് എടുത്തിട്ടുണ്ട്, സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്, ത്രെഡ് കട്ടർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റിയെടുക്കണം. ആദ്യം തന്നെ ബോർഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് ചുറ്റി തുടങ്ങണം. അപ്പം ത്രെഡിൻ്റെ എൻഡ് പോർഷൻ കയ്യിൽ മുറുക്കി പിടിക്കുക, കണ്ടില്ലേ ഇതാ. എന്നിട്ട് ഈ ഒരു ബോർഡിലൂടെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഞാൻ ഏകദേശം ഇവിടെ ഒരു 50 ലെയർ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എടുക്കുന്ന ത്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കട്ടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയിലെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും. അതുപോലെ അത്യാവശ്യം നീളത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ എക്സാം ബോർഡൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബേസ് ഏകദേശം ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ഏകദേശം 50 ലെയർ ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരേപോലെയാണ് എടുക്കുന്നത്, കണ്ടില്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അടിഭാഗത്ത്, അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്ത പോർഷനിൽ ജസ്റ്റ് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു ത്രെഡ് ചെറിയൊരു നീളത്തിലുണ്ടാവും, അതിനെടുത്ത് അങ്ങ് കളഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ ആ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തു, കണ്ടില്ലേ. ഇനി നമുക്ക് ബേസിൻ്റെ ഉള്ളിലും ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗമ്മ് എപ്പോഴും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ടിതാ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി ഏകദേശം ഒന്ന് സെറ്റായി എന്ന് തോന്നിയതിന് ശേഷം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാൻ അവിടെ ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡും നന്നായിട്ട് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഗം അപ്ലൈ ചെയ്യുമ്പോൾ എന്താക്കുക, എപ്പോഴും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഇതിൻ്റെ എൻഡ് പോർഷൻ ഉണ്ടല്ലോ, എൻഡ് പോർഷൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നൂല് കണക്ക് അല്ലെങ്കിൽ ഒരു സൂചി കണക്കൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോൾസിൻ്റെ ഉള്ളിലൂടെ ഇട്ടെടുക്കാനും നല്ല എളുപ്പമായിരിക്കും. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ വേണം കേട്ടോ നമ്മുടെ ത്രെഡ് എടുക്കാനായിട്ട്. നന്നായിട്ട് വലിച്ച് വെച്ചിട്ട് കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ആ എൻഡ് പോർഷനിലൊരു സപ്പോർട്ട് കൊടുക്കുക, നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. നല്ലോണം ശ്രദ്ധിച്ച് തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ കെട്ടി കുടുക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മുടെ സിൽക്ക് ത്രെഡ് ഒന്നും കൂടെ നീറ്റാക്കിയിട്ട് വയ്ക്കുക, കണ്ടോ. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ സ്പേസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ പിന്നെ റിപ്പീറ്റ് അതിൻ്റെ സെൻറ്റർ കൂടെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ആദ്യത്തെ ലെയർ തന്നെ അടുത്തടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുറച്ചും കൂടെ നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഡബിൾ ലെയർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആദ്യം ഒരു ലെയർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അടുത്ത ലെയർ കുറച്ചും കൂടെ അടുത്ത് കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ തിക്നെസ് തോന്നും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നമ്മളെന്താണെന്നറിയോ, ത്രെഡ് പൊട്ടിപ്പോവുക അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അത്രയും പോർഷൻ ചുറ്റി എടുക്കണ്ട കേട്ടോ. അതുപോലെ നമ്മൾ 2 ലെയേഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡബിൾ കളറൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ, ജിംക്കയുടെ ബേസൊക്കെ. അത് നമ്മൾ കൂടുതൽ ക്ലാസ്സുകളിൽ കാണിക്കുക. അതിനും നമ്മളിത് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ എന്ത് ചെയ്യുക, നമ്മൾ ത്രെഡ് കൊടുക്കുക. അതായത് ഒരു സ്പേസ് ഇട്ടിട്ട് പിന്നെ ആ ഒരു സ്പേസിലൂടെ നമ്മൾ അടുത്ത ത്രെഡ് കൊടുക്കുക. അതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ആ ഡബിൾ ലെയറിൽ ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. അതുപോലെ ഈ ഒരു ത്രെഡ് ചുറ്റിയെടുക്കുന്ന ആ ഒരു പോർഷനും നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അത് നമുക്ക് ഇതുപോലെ സിൽക്ക് ത്രെഡിൻ്റെ മാലയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ എടുക്കുക. അപ്പോൾ ഇനി ഇത് ചുറ്റിയെടുക്കുന്ന പോർഷൻസ് ചില ക്ലാസ്സുകളിൽ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇത് മെത്തേഡിലാണ് ചെയ്യുന്നതെന്നുള്ളത് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പം നമുക്കിത് മുഴുവനായിട്ടും എന്ത് ചെയ്യണം, ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റിയെടുക്കണം.
അപ്പോൾ ചുറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഫ്രെയിമിൻ്റെ എൻഡ് പോർഷൻ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് എന്തെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തടിച്ചുകൊണ്ടിരിക്കുന്ന പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫ്രെയിം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ത്രെഡിന് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ എന്ത് ചെയ്തെടുക്കണം, നമ്മൾ ചുറ്റിയെടുക്കണം. ഏകദേശം ഒരു 50 ത്രെഡെങ്കിലും മാക്സിമം ഏറ്റവും കുറഞ്ഞത് നമ്മൾ എടുക്കണം. ഓക്കെ, ഏറ്റവും കുറഞ്ഞത് 50 ത്രെഡെങ്കിലും നമ്മൾ എടുക്കണം. നെക്സ്റ്റ് നമ്മൾ ഗമ്മ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ഫസ്റ്റ് ലെയർ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ത്രെഡ് വെച്ച് ഒട്ടിച്ചിട്ട് ഏകദേശം ഒരു 5 സ്പേസ് ഇട്ടിട്ട് നമ്മളിതാ ഈ ഒരു ലെയർ ചുറ്റിയെടുത്ത് എടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, സ്പേസ് വന്ന് ആ ഒരു ഭാഗത്തൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു കുറച്ചും കൂടെ ഒരു ഫില്ലിങ് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഞാനിതേ ആ ലെയർ മുഴുവനായിട്ടും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു എൻഡ് പോർഷനിൽ നമ്മൾ നന്നായിട്ട് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. കണ്ടില്ലേ? എന്നിട്ട് നന്നായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പുറത്തോട്ട് കാണാത്ത രീതിക്ക് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ഒരുപാട് ഡെക്കറേഷൻസൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ രീതിക്ക് ഡെക്കറേഷൻസും അതുപോലെ ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ നമ്മുടെ ഹിയറിംഗ് ഹുക്ക് എടുത്തിട്ടുണ്ട്, സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്, പിന്നെ ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഹെഡ് പിന്ന്, അതുപോലെ നമ്മൾ നേരത്തെ ഹെഡ് പിന്നാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള സിൽക്ക് ത്രെഡും പിന്നെ ഗമ്മ്, കട്ടർ, പിന്നെ ഇയർ കപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് നമ്മളുടെ ജിമുക്ക ബേസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിലോട്ട് കിടക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്കിതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് സൈഡിലൂടെ നന്നായിട്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ, സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ കുറച്ച് വലിയ സ്റ്റോൺ ചെയിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് സ്റ്റോൺ ചെയിൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വൃത്തി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇത് കുറച്ച് ഒരു അകലം വരുന്ന ടൈപ്പായിപ്പോയി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് സ്റ്റോൺ ചെയിൻ ഉണ്ടെങ്കിൽ, അധികം അകലം വരാത്ത ടൈപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് ചെയിൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ ഷേപ്പ് ഒന്ന് സെറ്റാക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകാം. ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം കേട്ടോ. അത് ചെയിനൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ ഇയറിംഗ് കപ്പാണ് കേട്ടോ. ഇയറിംഗ് കപ്പ് ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇയറിംഗ് കപ്പ് പല മോഡലുകളിലും ഉണ്ട് കേട്ടോ. ഓരോരോ അതായത് ഫ്രെയിമിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇയറിംഗ് കപ്പുകളിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കൂടിക്കൊണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എന്ത് ചെയ്ത് കൊടുത്തു, പ്ലെയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നിവർത്തിയെടുത്തു കേട്ടോ. അതായത് നമ്മളുടെ ജിംക ബേസിൽ വെച്ചപ്പോൾ ഇങ്ങനെ ആ ഒരു ബാക്ക് പോർഷൻ ഇങ്ങനെ കൂർത്തിരിക്കണോ, അപ്പോൾ അതിലോട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കണം. നമ്മൾ ആ ഒരു സ്പേസ് കാണാത്ത രീതിക്ക് നന്നായിട്ട് ഇറങ്ങിയിരിക്കണം. അപ്പോൾ അതേ നന്നായിട്ട് നിവർത്തി ഒന്നും കൂടെ ഞാൻ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗമ്മ് എപ്പോഴും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫാബ്രിക് ഗമ്മ് B7000 പോലെ പെട്ടെന്ന് ഒട്ടിക്കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യാം. അപ്പം മാറ്റി വെക്കുകയും വേണം. നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ പ്രൊസീജിയേഴ്സും പതുക്കെ ചെയ്യാം. ഞാനിവിടെ ഫാനിട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ആ ഒരു പാർട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഹെഡ് പിൻ എടുക്കുക. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ ബീഡ്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഈ ഒരു ബീഡ്സ് ഉണ്ടല്ലോ, ഈ ഒരു ബീഡ് നമ്മളുടെ ഈ ഒരു ഹെഡ് പിന്നിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ 3 mm ഗോൾഡ് ബീഡാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടതാ ഈ അടിയിലൂടെ കണ്ടില്ലേ, ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഓൾറെഡി ഗമ്മൊക്കെ സെറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വർക്ക് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ അതെ നന്നായിട്ട് എല്ലാം ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് പോർഷൻ ഒരു ബീഡും കൂടെ ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു സ്പേസുകളൊക്കെ ഫില്ലിങ് ആയില്ലേ. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഒന്ന് വളച്ചെടുക്കണം. ഇതാ കണ്ടോ,
ഒരു യു ഷേപ്പിലോട്ട് നമുക്കിതിനെ ഒന്ന് വളച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം പകുതി പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് വളച്ചെടുക്കുന്നത്. അപ്പോൾ വളച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻഡിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്ലെയർ ഒന്ന് വളച്ചു കൊടുത്താൽ മതി. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, നമ്മൾ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ കറക്റ്റ് ചെയ്ത് തരാവേ. അപ്പോൾ ഇതേ ഈ ഒരു പോർഷൻ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുകയാണ്, ഇയറിംഗ് ഹോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്റ്റഡ് പോസ്റ്റിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലായിട്ട് പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇയറിംഗ് ഹുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയറിങ്ങിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ഹുക്ക് കണക്ക് കാണാം. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കാം. ഒരിത്തിരി കട്ടി ഉണ്ടാവും കേട്ടോ, ഇത്തിരി ഒരു പാടുണ്ടാവും. ശ്രദ്ധിച്ച് ചെയ്യുക, വല്ലാതെ വലിച്ചു കളഞ്ഞാൽ അത് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഐപ്പിന്നിൻ്റെ ഉള്ളിലോട്ട് ഒന്നിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പ്ലെയർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട്, അതായത് ഓവർ പ്രസ് ചെയ്യരുത്, ശ്രദ്ധിച്ച് വേണം പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ജിംക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊന്നും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ആരും ചെയ്ത് നോക്കി കാണിക്കും.